പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല, MA ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നുള്ള കോഴ്സിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് MA GD എന്ന ഈ കോഴ്സിന്റെ ഈ പ്രോഗ്രാമിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റി, ആ പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി, ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ്, പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് താങ്കളെ അറിയിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. വെൽക്കം ടു MNotes. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി NAAC, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ പരമമായ ടോപ്പ് റാങ്കായ A++ റാങ്ക് നേടിയ യൂണിവേഴ്സിറ്റിയാണ്. IGNOU രാജ്യവ്യാപകമായി അതിന്റെ വ്യത്യസ്ത സ്റ്റഡി സെന്ററുകളിലൂടെ, റീജിയണൽ സെന്ററുകളിലൂടെ ജനങ്ങളുടെ ഇടയിൽ ജൻ യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ല തൊഴിൽദായകമായ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നുള്ള കോഴ്സിൽ MA പ്രോഗ്രാം നമുക്ക് നൽകുകയാണ്. ഈ പ്രോഗ്രാം അക്കാഡമീഷ്യൻസിനെയും റിസർച്ചേഴ്സിനെയും ട്രെയിനേഴ്സിനെയും ഫെസിലിറ്റേറ്ററിനെയും സൂപ്പർവൈസർമാരെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡി മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാരേതര വ്യക്തികളെയും ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും ഗുണപ്രദമായ ഒരു PG പ്രോഗ്രാമാണ്. മാത്രമല്ല, ഇന്ന് നമ്മുടെ രാജ്യത്ത് ലോകം മുഴുവനും തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്ന ജെൻഡർ ഗ്യാപ്പ്, ജെൻഡർ ന്യൂട്രാലിറ്റി, ആന്റി ജെൻഡർ ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള എല്ലാ സംഗതികൾക്കും പുരുഷ അതുപോലെ തന്നെ സ്ത്രീ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവരുടെ അന്തസ്സിനനുസരിച്ച് അവരവരുടെ പ്രിവിലേജ് ഉയർത്തുന്ന, എൻടൈറ്റിൽമെന്റ് നൽകുന്ന, റിസോഴ്സസ് വികസിപ്പിക്കുന്ന നല്ല ഒരു പ്രോഗ്രാമാണ് ഡെവലപ്മെന്റ് പോളിസീസ്. ആക്ച്വലി development policies and practices have a differential impact on women and men. This necessitates an understanding of the gender gap in access to resources, privileges, entitlements, and choices. Consensus has evolved around the need to explore the gender gap in key development sectors and how this gap can be bridged. There is now greater emphasis on mainstreaming gender perspectives into the development process. This will contribute to building a gender-sensitive rubric of development, recasting development theory and action in the direction of improved living standards, socially responsible management and use of resources, elimination of gender subordination and socio-economic inequality, as well as to promote the organizational restructuring required to bring about a desirable change. Exploration of gender issues has become an important activity for most non-governmental organizations. Increasing emphasis is being laid in governmental agencies on establishing gender differential impacts and taking positive affirmative action towards gender equality and equity. It is now widely acknowledged that gender considerations are needed to be reflected in all development plans, programs, and policies. There is a growing concern over the isolation of a woman in so-called soft sectors in education, employment,
and development rather than mainstreaming gender concerns across all organizations, institutions, and activities. While the concerns are clearly articulated, national goals and the UN Millennium Sustainable Development Goals cannot be achieved without concrete effort towards gender equality. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിലൂടെ, ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇഗ്നോ ഉന്നം വയ്ക്കുന്നത് ഓരോ പഠിതാവും അനലൈസിംഗ് എക്സ്റ്റെന്റ് ഓഫ് ജെൻഡർ സെൻസിറ്റിവിറ്റി ഓഫ് ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻസ് എന്നുള്ളത് ലഭ്യമാക്കുന്നു. മാത്രമല്ല കണ്ടക്ട് ജെൻഡർ അനാലിസിസ് നടത്തുകയാണ്. ലിംഗസമത്വ അപഗ്രഥനം ഇവിടെ സാധ്യമാക്കുകയാണ്. ക്രിട്ടിക്കലി അനലൈസ് ജെൻഡർ ഡിഫറൻഷ്യൽസ് ഇൻ സെലക്ടഡ് ഡെവലപ്മെന്റ് സെക്ടേഴ്സ്. Identify appropriate research designs and methodologies for a range of research problems. ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് എളുപ്പത്തിൽ PhD ലഭ്യമാക്കാം എന്നുള്ളതാണ്. PhDക്ക് പൊതുവെ ഈ വിഷയത്തിൽ ആരും അങ്ങനെ ഇറങ്ങി വരാറില്ല. അതുകൊണ്ട് തന്നെ ഒരു PhD എന്നുള്ള ഒരു താങ്കളുടെ ഉദ്ദേശത്തിന് ഈ ഒരു പ്രോഗ്രാമിൽ MA എടുത്ത് പിന്നീട് PhDയിലേക്ക് പോകാൻ താങ്കൾക്ക് എളുപ്പത്തിൽ സാധിക്കുകയും നല്ല മാർക്കോടുകൂടി PGയും PhDയും പാസ്സാവുകയും ഉയർന്ന ജോലി കരസ്ഥമാക്കാനും താങ്കൾക്ക് കഴിയും. ഒന്നാമത്തെ വർഷത്തിൽ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് കോൺസെപ്റ്റ്സ്, അപ്രോച്ചസ് ആൻഡ് സ്ട്രാറ്റജീസ്, ജെൻഡർ ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് പാരപ്രിക്സ്, ജെൻഡർ അനാലിസിസ്, ജെൻഡർ സെൻസിറ്റീവ് പ്ലാനിംഗ് ആൻഡ് പോളിസി മേക്കിംഗ്, റിസർച്ച് മെത്തഡോളജീസ് ഇൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഇന്റേൺഷിപ്പ്, ഫീൽഡ് ബേസ്ഡ് റിസർച്ച് പ്രോജക്ട് 1 നമുക്ക് ഫസ്റ്റ് ഇയറിൽ സാധിക്കും. രണ്ടാമത്തെ വർഷത്തിൽ ഫീൽഡ് ബേസ്ഡ് റിസർച്ച് പ്രോജക്ട് 2 അഥവാ ഇന്റേൺഷിപ്പ് 2, അതിനോടൊപ്പം തന്നെ താഴെ പറയുന്ന 8 കോഴ്സസില് നമുക്ക് ചില കോഴ്സസ് തിരഞ്ഞെടുക്കാം. ജെൻഡർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് പോളിസീസ്, ജെൻഡർ ഓഡിറ്റ് ആൻഡ് ജെൻഡർ ബഡ്ജറ്റിംഗ്, ജെൻഡർ മെയിൻ സ്ട്രീമിംഗ്, gender issues in agriculture, rural livelihood and natural resource management, gender resources and entitlements, gender organization and leadership, gender issues in work, employment and productivity, gender and entrepreneurship development, gender training and empowerment, ജെൻഡർ ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ തുടങ്ങിയ പേപ്പറുകളിൽ നിന്ന് 8 പേപ്പറുകൾ നമ്മൾ കരസ്ഥമാക്കി ആകെ 72 ക്രെഡിറ്റോടുകൂടി ഈ പ്രോഗ്രാം നമുക്ക് മനോഹരമായി പൂർത്തിയാക്കാം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും എളുപ്പത്തിൽ ജോലി സമ്പാദിക്കാനും ഏറ്റവും എളുപ്പത്തിൽ PhD നേടാനും പറ്റിയ നല്ല ഒരു പ്രോഗ്രാമാണ് MA ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്. ഈ വർത്തമാനം എല്ലാവരിലേക്കും അറിയിക്കാനും ഇതിലേക്ക് ഭാഗമാക്കാകാനും താങ്കളെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.